ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഒറിഗാമി എന്നാണ്. കുറേ പേരെന്നോട് ചോദിക്കാറുണ്ട് എന്താണ് ഒറിഗാമി, അല്ലെങ്കിൽ ഇത് പേപ്പർ ക്രാഫ്റ്റ് ആണോ, പിന്നെ എന്താണ് ഇതിനെപ്പറ്റി. അപ്പോൾ ഒറിഗാമി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു ക്രെയിനാണ്. ഒറിഗാമി ക്രെയിനാണിത്. ഇത് നമുക്ക് പേപ്പർ കൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോക്ലേറ്റിൻ്റെ കവർ കൊണ്ടൊക്കെ ഉണ്ടാക്കാം. അത് ഹാങ്ങിങ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഈ ഒറിഗാമിയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തിയായിട്ടുള്ള ഒരു മോഡലും ഈ ക്രെയിനിൻ്റെ മോഡലാണ്. ഇത് ജപ്പാനിലാണ് ഒറിഗാമി ഉത്ഭവിച്ചത്. അവിടെ ഈ ക്രെയിനിനെ സമാധാനത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഒറിഗാമിയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഒറിഗാമി ക്രെയിൻ. പിന്നെ ഒറിഗാമിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷീറ്റ് പേപ്പർ കൊണ്ടാണ് ഈ ഒറിഗാമി നിർമ്മിക്കുന്നത്. ഇതിൽ നമ്മൾ പശയോ മറ്റ് സംഭവങ്ങളോ ഒന്നും ഉപയോഗിക്കില്ല. ഇതിന് പക്ഷേ ചില ടൈപ്പ് ഉണ്ട് ഒറിഗാമിയിൽ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഈ കാണിക്കുന്ന ഈ മോഡലൊക്കെ മോഡുലാർ ഒറിഗാമി എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഒരു ഷീറ്റ് കൊണ്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, പല ഷീറ്റ് ഇതിനെ യൂണിറ്റ്സ് എന്നാണ് പറയുക. മൾട്ടിപ്പിൾ യൂണിറ്റ്സ് വെച്ചിട്ട് ഒരു മോഡൽ ഉണ്ടാക്കുന്നതിനാണ് മോഡുലാർ ഒറിഗാമി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഷീറ്റ്സ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു കുസുഡമയാണ്. ഒറിഗാമി കുസുഡമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ഓഫ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ബോൾ ലൈക്കുള്ള ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഒറിഗാമി കുസുഡമ അല്ലെങ്കിൽ കുസുഡമ ഒറിഗാമി എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു പേപ്പർ സ്ട്രിപ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് സ്റ്റാറാണ്. പിന്നെ ഇതൊക്കെ മോഡുലാർ ഒറിഗാമി തന്നെ പെടുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഷീറ്റ്സ് യൂസ് ചെയ്തിട്ട്, പിന്നെ ഇതിലൊന്നിലും ഗ്ലൂ യൂസ് ചെയ്തിട്ടില്ല. ചില ആളുകൾ ഇതിൽ ഗ്ലൂ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹാങ് ചെയ്യാനായിട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. എന്നാലും ഗ്ലൂ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഒറിഗാമിയുടെ ഒരു റൂൾ അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത്. ഞാനിതിലൊന്നും ഗ്ലൂ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഗ്ലൂവിൻ്റെ ആവശ്യം തന്നെ വരില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്തതിലേക്ക് നോക്കാം. ഈ ഒരു മോഡൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത്? ഇത് ഒറിഗാമിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് ഒരു ഷീറ്റ് പേപ്പർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഭാഗത്ത് ഞാൻ ഗ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മോഡലിനെ നമുക്ക് ഒറിഗാമി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒറിഗാമി എന്ന പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഗ്ലൂവോ അല്ലെങ്കിൽ സിസേഴ്സോ യൂസ് ചെയ്ത് കട്ട് ചെയ്യാനോ ഒന്നും പാടില്ല. പക്ഷേ വേറെ ഒരു ടൈപ്പ് ഒറിഗാമി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒറിഗാമി മോഡൽസ് ഉണ്ടാക്കുന്നതിനെ കിറിഗാമി എന്ന് പറയും. ഇതിൽ ചെറുതായിട്ട് ഉള്ളിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ നമ്മളിതിനെ പറയുന്നത് കിറിഗാമി എന്നാണ്. കട്ട് ചെയ്ത് യൂസ് ചെയ്ത് മോഡൽ ഉണ്ടാക്കുന്നതിനെ നമ്മൾ കിറിഗാമി എന്ന് പറയും. പിന്നെ നമുക്ക് കാണിക്കാൻ പോകുന്നത് ടെസലേഷൻസ് ആണ്. ഒറിഗാമി ടെസലേഷൻസ് ആണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു സെയിം പാറ്റേൺ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഫോൾഡ് ചെയ്ത് പോകുന്നതിനെയാണ് ഒറിഗാമി ടെസലേഷൻ എന്ന് പറയുന്നത്. ഈ ടെസലേഷൻ ഒരു ഹൈഡ്രാഞ്ച ഫ്ലവറിൻ്റെ ഒരു ടെസലേഷനാണ്, ഒരു പൂവിൻ്റെ മോഡലാണ് ഇത് ഞാൻ ഒരു ചാർട്ട് പേപ്പറിൽ നിന്നാണ് ഇങ്ങനെ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതും അതേപോലെ തന്നെ വേറൊരു ടെസലേഷനാണ്. ഇതും ഒരു സ്ക്വയർ ടെസലേഷനാണ്. ഇതേപോലെ പല ടൈപ്പിലുള്ള ടെസലേഷൻസ് നമുക്ക് ഒരു ഷീറ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതിനാണ് ഒറിഗാമി ടെസലേഷൻസ് എന്ന് പറയുന്നത്. കണ്ടാൽ അറിയാം, നിങ്ങൾ കട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു സെയിം ഷീറ്റ് പേപ്പറിൽ നിന്നാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മോഡൽ യൂസ് ചെയ്ത് ബോക്സോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ബോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ഒറിഗാമി മോഡൽസ് പരിചയപ്പെടാം. ഇതൊക്കെ കുറച്ച് ഈസി ആയിട്ടുള്ള മോഡൽസ് ആണ്. കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇതൊരു സ്വാനിൻ്റെ മോഡലാണ്. ഇത് റാബിറ്റിൻ്റെ മോഡലാണ്.
പിന്നെ ഇത് വരികയാണെങ്കിൽ ബോക്സാണ്, പല ടൈപ്പിലുള്ള ബോക്സ് ഉണ്ട്, നമുക്ക് എല്ലാം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല പല മോഡൽസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ നമ്മളെ ബ്രെയിനിനൊക്കെ ഒരു പ്രത്യേകതരം പോസിറ്റീവ് വൈബ് ഉണ്ടാവും. ഒറിഗാമി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും ബോറടിക്കില്ല എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ ഫീഡ്ബാക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേറെ വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. താങ്ക് യു.